യുവരാജ് നോക്കൂ, ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം, അതായത് ഈ മധുസൂദനൻ്റെ പയ്യന്നൂർ MLA TI മധുസൂദനൻ്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിൽ പ്രകടനം നടത്തിയ BJP പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും CPMകാർ തെരുവിലിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വടിവാളടക്കം എടുത്തായിരുന്നു അവരുടെ പ്രകടനം, CPM പ്രവർത്തകരുടെ. അപ്പോൾ സത്യം വിളിച്ച് പറയുന്നവനെ ഒറ്റുകാരൻ എന്ന് വിളിക്കുക, ആക്ഷേപിക്കുക, പ്രതിഷേധിക്കുന്നവരെ ശാരീരികമായി ആക്രമിക്കുക CPMൻ്റെ സ്ഥിരം ശൈലിയാണിത്. പക്ഷെ നോക്കൂ, ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷാജഹാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് നോക്കൂ, ഒരു രാഷ്ട്രീയ മാറ്റം, അതായത് കേഡേഴ്സിന് തന്നെ തിരിച്ചറിവുണ്ടായിരിക്കുന്നു, അവർക്ക് ബോധവും ബോധ്യവും ഉണ്ടായിരിക്കുന്നു. പാർട്ടിക്കകത്ത് നടപടിയെടുക്കുന്നില്ലെങ്കിൽ, പണ്ടൊക്കെ അറിയാമല്ലോ, CPMൻ്റെ ഒരു സ്ട്രക്ചർ അറിയാമല്ലോ, ഒരു കാരണവശാലും പുറത്തു പോവില്ല, അതിനകത്ത് എന്താണ് ചർച്ച നടക്കുന്നത് പുറത്തു പോവില്ല. പക്ഷേ പാർട്ടിക്കകത്ത് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല, തീരുമാനം എടുക്കുന്നില്ല. അതുകൊണ്ട് പൊതുസമൂഹം ഇതറിയണം, ഇതൊക്കെ അറിയണം, ഈ ക്രമക്കേടുകളും ഈ ഗുരുതരമായിട്ടുള്ള ഈ കൊള്ളയും അതുപോലെ മോഷണവും ഒക്കെ പൊതുസമൂഹം അറിയണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് കുഞ്ഞികൃഷ്ണനെ പോലുള്ളവർ മുന്നോട്ട് വരുന്നത്. ഇത് പ്രതീക്ഷ നൽകുന്നതല്ലേ? കണക്കുകളടക്കം നിരത്തിയാണ് ഷാജഹാൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഈ തല്ലാനിറങ്ങി എന്ന് പറയുന്ന, വടിവാളുമായി വെട്ടാനും കൊല്ലാനും കായികമായി നേരിടാനും ഒക്കെ ഇറങ്ങി എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഈ മുതൽവൻ സിനിമയിലെ കൊച്ചിൻ ഹനീഫയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില ആൾക്കാരാണ്. ആ പാർട്ടിയിൽ കുറേ സഖാക്കൾ, നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിൻ ഹനീഫ തലത്തിലുള്ള കുറേ ആൾക്കാരാണ് ഈ പറയുന്ന കൊള്ളരുതായ്മ. നമ്മൾ കണ്ടിട്ടില്ല, ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ ആ ചാനലിൽ കയറുന്നു, തല്ലാനൊക്കെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. കൊച്ചിൻ ഹനീഫയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിട്ടാണ് ഇപ്പോൾ കുറേ സഖാക്കൾ അതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതൊരു വശത്തുകൂടി നടക്കും. ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ അങ്ങ് ചോദിച്ചതുപോലെ തന്നെ, TP ചന്ദ്രശേഖരന് വന്ന ഗതി P കുഞ്ഞികൃഷ്ണൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, TP ചന്ദ്രശേഖരനെ കൊന്ന ഇടത്താണ് CPMന് പിഴച്ചതെന്നാണ് ഞാൻ പറയുക. മറ്റൊന്നും കൊണ്ടല്ല. മുൻപത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞികൃഷ്ണൻ എന്താ ചെയ്യുക? അദ്ദേഹം 5 വർഷമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നു, അദ്ദേഹം ഇതിനകത്ത് പോരാടുന്നു, നീതിയും ന്യായവും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, നടക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളുണ്ടാകും, അദ്ദേഹത്തിന് മടുപ്പുണ്ടാകും. കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത് CPM ഒന്നും അല്ലല്ലോ. CPMന് പുറത്തും കമ്മ്യൂണിസം നല്ല അസലായിട്ട് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്, ഇന്ത്യയിലും ഒരുപാടുണ്ട്. നമ്മൾ ബീഹാറിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും ഇന്ന് CPM ഒന്നും അല്ല, അവിടെ മറ്റ് ചില പാർട്ടികളാണ് CPMനേക്കാളും ബഹുഘാതം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലുള്ള. CPMനുണ്ടായ മൂല്യച്യുതി കൊണ്ടാണ്. അവരുടെ ആശയം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പറയുന്ന ആശയത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ആ ആശയം മറ്റൊരു വഴി കണ്ടെത്തി അതിലൂടെ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? നേരത്തെ TP ചന്ദ്രശേഖരൻ ചെയ്തതുപോലെ തന്നെ RMP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഷാജഹാൻ സാറ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റ് ചില പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി അവരുടെ ആശയം അതിനകത്തുകൂടി നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. പക്ഷേ TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി വഴിയിലിട്ട് കൊന്നതോടുകൂടി പലരെയും ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് CPMലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു ഗുണ്ട ഫ്രാക്ഷന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ന് എത്രയധികം ഇപ്പോൾ TP ചന്ദ്രശേഖരന് ബഹുജന പിന്തുണ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പാർലമെൻറ്റിൽ മത്സരിച്ച് എത്രായിരം വോട്ടാണ് അദ്ദേഹം നേടിയെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ അദ്ദേഹത്തിന് അത്രയേറെ ജനകീയമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നത് പോലെ തന്നെ പിന്തുണ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു TP ചന്ദ്രശേഖരന്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും KK രമ അവിടെ നിന്ന് മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലൂടെ തന്നെ വന്ന് MLA ആകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് TP ചന്ദ്രശേഖരൻ്റെ പേരിൽ മാത്രം സാധിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞികൃഷ്ണനെ പോലെ തന്നെ പിന്തുണ ഉണ്ടായിരുന്ന ആളായിരുന്നു TP ചന്ദ്രശേഖരൻ. അപ്പോൾ TP ചന്ദ്രശേഖരൻ അത്തരത്തിലൊരു സാഹചര്യം നേരിട്ടതോടുകൂടി പുറത്തിറങ്ങി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവൻ ആപത്താണ് എന്ന്, വീട്ടിൽ ഇന്നോവ വരുമെന്ന് നമ്മൾ തമാശയ്ക്കായാലും പറയുമല്ലോ, വിമർശിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇന്നോവ വരുമെന്ന്. അതുപോലെ തന്നെ വീട്ടിൽ ഇന്നോവ വരുമെന്നറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇവരെ പോലുള്ള ആൾക്കാർ പുറത്തിറങ്ങാതെ അകത്ത് നിന്ന് തന്നെ പോരാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇവർ പുറത്തിറങ്ങി പോരാടി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കൊച്ചിൻ ഹനീഫമാരുണ്ടല്ലോ പുറത്തിറങ്ങി ഇപ്പോൾ ഈ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇവർക്ക് വളരെ എളുപ്പമാണ് കാര്യം. കാരണം നേരെ പോവുക, കുഞ്ഞികൃഷ്ണനെ കൈകാര്യം ചെയ്യുക, കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കൈകാര്യം ചെയ്യുക, അവരെ വർഗ്ഗവഞ്ചകരായിട്ട് ചിത്രീകരിക്കുക, പരനാറിമാരായിട്ട് ചിത്രീകരിക്കുക, കുലംകുത്തികളായിട്ട് ചിത്രീകരിക്കുക, കഴിഞ്ഞു.
പണി കഴിഞ്ഞു. പിണറായി വിജയൻ പറയണത് അയാൾ കുലംകുത്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കുലംകുത്തി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് തലയ്ക്കകത്ത് യാതൊരു സാധനവും ഇല്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് അവശേഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുണഭോക്താക്കളുണ്ട്. ഞാൻ അതിനകത്ത് ആശയം പേറുന്ന ആരെയും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. പിണറായി വിജയൻ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നതിൻ്റേതായിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ പാർട്ടിക്കകത്തുണ്ടല്ലോ. അവർ പോയി കൊല്ലാനും തല്ലാനും വേണ്ടിയിട്ട് തയ്യാറാണ്. എന്തുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന്? കൊന്നു കഴിഞ്ഞാൽ സുഖമല്ലേ? 365 ദിവസത്തിലും 300 ദിവസവും പരോള്. കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ജയിലിൽ കിടക്കുന്നതിനകത്ത് 650 രൂപയും മാസത്തിൽ ആഴ്ചയിൽ 3 ദിവസം മട്ടൻ കറി, ചിക്കൻ കറി, മീൻ കറി, ഇല്ലേ, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ. ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാണ് കേരളം. എന്താ കേരളത്തിലെ ജയിലുകളിൽ പോലും നമ്പർ 1 ഫെസിലിറ്റി ആന്നേ, നമ്പർ 1 ആണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ, പിണറായി വിജയൻ്റെ കൂടെയുള്ളവരാ മൊത്തം ജയിലിനകത്ത് കിടക്കുന്നത്. പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുവാനും പാർട്ടി പിടിച്ചെടുക്കുവാനും വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്ന് വടിവാളും കൊടുവാളും ഒക്കെ കൊണ്ട് സഹായിച്ചിട്ടുള്ള സുനിമാരാണ് ഇന്ന് ജയിലിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഉപകാരസ്മരണ കാണിക്കണമല്ലോ. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ ഈ സംഗതി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന മധുസൂദനന്മാർ ഇറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കുറച്ച് നാൾ കണ്ണൂർ പോകുന്ന സമയത്ത് എന്നോട് ചില ആൾക്കാരെന്നോട് പറഞ്ഞു, ഈ CPM വിട്ട് പുറത്ത് വന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ള ചില ആൾക്കാരെ കാണുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇപ്പോൾ കുറഞ്ഞത് നേതൃത്വങ്ങൾ തമ്മിൽ നടന്ന ചർച്ചകൾ കൊണ്ട് മാത്രമല്ല എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക കാരണവും കൂടി ഉണ്ടായിരുന്നു. കാരണം നേതൃത്വത്തിനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള തലത്തിൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വിശ്വാസമില്ലാതായതുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിന് ഈ ധനരാജ് വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണമായിട്ടുണ്ട്. കാരണം എന്താണ്, പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊല്ലാനും തല്ലാനും വേണ്ടിയിട്ട് പോകുന്നു. പോയി കഴിയുമ്പോൾ രക്തസാക്ഷികളുടെ പേരിൽ പാർട്ടിയുടെ നേതൃത്വം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൊള്ളരുതായ്മയാണ്. ഈ കൊള്ളരുതായ്മ കാണിക്കുന്നവരെ മുഴുവൻ ആര് സംരക്ഷിക്കുകയാണ്? പിണറായി വിജയൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ പാർട്ടിയെ അങ്ങറ്റം വിശ്വസിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അങ്ങറ്റം എന്തും ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർക്ക് പാർട്ടിയിലല്ല പാർട്ടിയുടെ നേതൃത്വത്തോട് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. ഇപ്പോൾ ഷാജാൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം. ഞാൻ 100% അടിവരയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ബൂത്തിലേക്കും പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ബൂത്തിലുണ്ടായിരുന്ന CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രവർത്തകർ നിങ്ങളോട് പറഞ്ഞു തരും എത്ര കേഡർ വോട്ട് പോളായിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട്. അവർ പറയുന്നത് ഇടതുപക്ഷ വോട്ടുകൾ പോളാവാത്തതിനെ കുറിച്ചിട്ടല്ല, കേഡർ വോട്ടുകൾ പോളായിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓരോ ബൂത്തിലും 100-100 ചില്ലുവാനവും കേഡർ വോട്ടുകളാണ് പലയിടത്തും പോളാകാതെ പോയിരിക്കുന്നത്. ഇത്രയും കേഡർ വോട്ടുകൾ പോളായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന വോട്ടുകൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രമാത്രം CPMനെ ബാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലെന്ന് നോക്കണം. അവർ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പാർട്ടി 10 വർഷം കൊണ്ട് അധികാരത്തിലിരുന്നപ്പോൾ വളരുകയല്ല ചെയ്തത്, പകരം തളരുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്ക് കുറേ സംവിധാനങ്ങളും കെട്ടിടങ്ങളും മുന്തിയ ഇനം കാറുകളും പാർട്ടിയുടെ വലിയ നേതാക്കൾക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കയറി പാത്രം കഴുകി ഞങ്ങൾ വളരെ ലാളിത്യമുള്ളതാണെന്നൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ടാകും. പക്ഷേ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റാർ 7 സ്റ്റാർ ഫെസിലിറ്റികളിലല്ലാണ്ട് ഇവരെ പലരെയും കാണാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി പൊക്കോണ്ടിരിക്കുന്നത് ഈ ഒരു ശൈലിയിലായതുകൊണ്ട് പാർട്ടിക്ക് ഒരു തിരുത്തൽ ആവശ്യമാണ്, കറക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് വരാതെ ഇരുന്നവരാണ് ഈ പാർട്ടിയുടേതായിട്ടുള്ള, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, അവരുടെ എന്താണ് അങ്ങേയറ്റം പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന കേഡറുകൾ എന്ന് പറയുന്ന കോമ്രേഡുകളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം CPMനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അവർ തിരുത്താൻ തയ്യാറായാൽ അവർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന 3-4 മാസം കഴിയുന്ന സമയത്ത് അവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത്. ഓക്കെ.